ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ കൃഷ്ണമോളെ. ഗോപാലമ്മ, അമ്മ എവിടെ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മോളെ. അമ്മ എങ്ങനെ വിവാഹത്തിന്റെ കാര്യം അറിഞ്ഞ? എന്തിനാ അമ്മയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേ? ഒന്നും പറയണ്ട മോളെ. ചിലപ്പോ അമ്മ വിവാഹം കാണണമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെ ഉറക്കത്തിന്റെ ഇടയിൽ എപ്പോഴോ ഞാനും സുനന്ദയും എന്തൊക്കെയോ പറഞ്ഞു പോയത് തങ്കം കേൾക്കുന്നേ? ഒരുപാട് കരഞ്ഞു അമ്മ? ആദ്യം വിവരം അറിഞ്ഞപ്പോ ഒരുപാട് കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങള് തടഞ്ഞു നിർത്തിയിട്ടും സമ്മതിക്കാതെ ഇറങ്ങിയത് ആശുപത്രിന്ന്. പക്ഷെ എല്ലാം കണ്ടു കഴിഞ്ഞ് മടങ്ങി വന്നപ്പോഴേ ആ ദേഷ്യമൊന്നും തങ്കത്തിന്റെ മനസ്സിലില്ലായിരുന്നു. തങ്കത്തിന്റെ മനസ്സിലിപ്പോ നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് നല്ല അഭിപ്രായ. മോൾ ഇറങ്ങാറായോ അവിടുന്ന്? ഇല്ല ഗോപാലമ്മ, ഞാനിപ്പോ നവീന്റെ വീട്ടിലാ. എപ്പോഴാ ഗാഥ ഇങ്ങോട്ട് വരുന്നേന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞല്ലേ എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂ. ഇത്രത്തോളം ആയില്ലേ മോളെ. ഇനി എന്തായാലും നിന്നെ അവിടെ നിർത്താൻ സിത്താര മാഡത്തിന് താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഗാഥ മോളെ കൊണ്ട് അവരിപ്പൊ തന്നെ വരും. എന്നിട്ടേ മോള് നേരെ ഇങ്ങ് പോര്. മോള് വന്ന് അടുത്തിരുന്ന് കാര്യങ്ങൾ പറഞ്ഞാലേ തങ്കത്തിനത് വലിയ ആശ്വാസമാവും. ഞാൻ വരാം ഗോപാലമ്മ, എത്രയും പെട്ടെന്ന് തന്നെ വരാം. ഇതാരത്ത് മാറിന്ന് ഫോൺ ചെയ്യുന്നത്? മമ്മിക്കാണോ? മമ്മിയെ പിരിഞ്ഞിരിക്കാൻ ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. പരിചയപ്പെട്ട സമയത്ത് എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന, ബന്ധങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാത്ത ഒരാളാണെന്ന് തന്നെ കുറിച്ച് എനിക്ക് തോന്നിയത്. പക്ഷേ ആ അപകടത്തിന് ശേഷമുള്ളൊരു മാറ്റമുണ്ടല്ലോ. റിയലി വേറൊരാൾ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോ തൻ്റെ മുഖത്തുള്ള ഈ നാണമുണ്ടല്ലോ, ടോട്ടലി തനിക്കുള്ളൊരു സിംപ്ലിസിറ്റി ഉണ്ടല്ലോ. ഇത് ഞാൻ ഒരിക്കലും ഗാഥയിൽ പ്രതീക്ഷിച്ചതല്ല. താൻ ശരിക്കും വേറെ ആരെങ്കിലും ആണോ? ഇപ്പൊ തന്നെ കണ്ട തനിയൊരു നാട്ടുപുറത്തുകാരി കുട്ടിയെ പോലെ എനിക്ക് തോന്നുന്നു. അതിന്റെ എല്ലാ നന്മയും തന്നെയുണ്ട്. ഐ റിയലി ലവ് ദിസ് ഗാഥ. എന്നോട് പൂജാമുറിയിലേക്ക് ചെല്ലാൻ അമ്മ പറഞ്ഞിരുന്നു. ഞാൻ ചെല്ലട്ടെ? പിന്നെ അമ്മയുടെ മുത്തശ്ശേരി സംസാരം കേട്ടിട്ടെ എപ്പോഴും പൂജാമുറിയിൽ കയറി ഇരിക്കരുത് കേട്ടോ. നമുക്കൊന്നിച്ചിരിക്കാൻ വേറെ മുറിയുണ്ട്.